റാം നാരായൺ റാം. നിങ്ങൾക്ക് അറിയാമോ ധ്യാനം ചെയ്യാനുള്ള ശരിയായ രീതി എന്താണെന്ന്? ഇതിന് എന്താണ് സംവിധാനം? ഇന്നും ധ്യാനത്തോട് ശരിയായ ബോധവൽക്കരണം എല്ലാവർക്കുമില്ല. അതിന് പിന്നിൽ എന്താണ് കാരണമെന്നോർത്താൽ, നാം എല്ലാവരും ജനിക്കുന്നതിനു മുമ്പ് ഞങ്ങൾ അമ്മയുടെ ഗർഭത്തിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയേ ആസ്വദിച്ചു. അതായത് ഗർഭകാലത്തു തന്നെ എല്ലാവരും ധ്യാനം ചെയ്തതുപോലെയാണ്. അമ്മ എന്ത് കഴിച്ചാലും അതാണ് കുഞ്ഞിൻ്റെ ആഹാരം. അമ്മയുടെ ശ്വാസമൂലമാണ് കുഞ്ഞിൻ്റെ ശ്വാസം. അങ്ങനെ നാം എല്ലാവരും ജനത്തിൽ തന്നെ ധ്യാനത്തിൻ്റെ അഭ്യാസം ചെയ്ത് പുറത്തു വന്നവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ അതൊക്കെ മറന്നുപോയി. നമ്മെ ധ്യാനം ചെയ്യാൻ പഠിപ്പിച്ചത് വീട്ടുകാരോ മാസ്റ്റർമാരോ അധ്യാപകരോ ഗ്രാമവാസികളോ നഗരവാസികളോ സ്കൂളോ കോളേജോ അല്ല. രാഷ്ട്രീയ കക്ഷികളും അത് പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് പല മതഭാരവാഹികളുമുണ്ട്. പക്ഷേ അവർ എല്ലാവരും പണത്തിനായി മാത്രം ഈ സ്ഥാനം ഉപയോഗിക്കുകയാണ്. തിലകം ഇടുക, ഒരു വിശേഷ വസ്ത്രം ധരിക്കുക, പിന്നെ താനെ ദൈവം എന്ന നിലയിലേക്ക് പോകുക, ഇതാണ് പലരും ചെയ്യുന്നത്. പക്ഷേ മരണം കഴിഞ്ഞ് എന്താകും എന്നതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. അന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. മരിക്കുവാൻ 2 മിനിറ്റ് ശേഷിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാർഡ് നമ്മുടെ കൈവശം എത്തും. അതിനൊടുവിൽ മാത്രം മനസ്സിലാകും ജീവിതത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ എല്ലാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ദയവായി ഒരവസരം കൂടി നൽകൂ ഈ തെറ്റുകൾ തിരുത്താൻ. പക്ഷേ അപ്പോൾ ശരീരത്തിന് സാധിക്കില്ല. ശരീരം അനുമതി നൽകില്ല. ഈ ശരീരം ജീവനോടെ നിലനിർത്തണമെങ്കിൽ നമ്മളിലിരിക്കുന്ന 50,000 കോടി ആത്മാക്കളെ പോഷിപ്പിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് നമ്മളെ കേൾക്കൂ, അനുസരിക്കൂ. ധ്യാനം ചെയ്യാൻ വേണ്ടി ആദ്യം നാം നമ്മുടേത് മനസ്സിനോട് പറയണം, മനസ്സേ, നീ എൻ്റെ പക്കൽ ധ്യാനം ചെയ്യണം. മനസ്സ് പറയും, ശരി, ഞാൻ തയ്യാറാണ്. നീ തുടക്കം കുറിക്കൂ. അപ്പോൾ മനസ്സു മുഴുവനായി ശ്രദ്ധാകേന്ദ്രമായി മാറി നമ്മളിലെയുള്ള എല്ലാ ഘടകങ്ങളോടും പറയുന്നു, എല്ലാവരും ചേർന്ന് ധ്യാനം ചെയ്യുക. അപ്പോൾ നമ്മളിലെയുള്ള ആ 50,000 കോടി ആത്മാക്കൾ എല്ലാം ഇരിക്കാനാരംഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ അനന്തമായ മനസ്സുകൾ, ആത്മാക്കൾ, ചൈതന്യങ്ങൾ ഇവയെല്ലാം ഒറ്റയടിക്കായി അധിഷ്ഠാനപൂർവം ധ്യാനത്തിലേർപ്പെടും. അപ്പോൾ നമ്മുടെ സിദ്ധാന്തങ്ങൾ അതിനെ പിന്തുടരും. പക്ഷേ പുറത്തുള്ള ലോകം പ്രതീക്ഷിക്കുന്നവയെ നാം പാലിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിശകലന ബുദ്ധി വിവേകം നമ്മെ ജാഗ്രതപ്പെടുത്തുന്നത്. ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്ന്. നാം ധ്യാനം തുടർച്ചയായി 7 ദിവസങ്ങൾ ചെയ്താൽ അവസാനിച്ചപ്പോൾ നമ്മളെക്കുറിച്ചറിയാൻ നമുക്കാകും. നാം വലിയ തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ആത്മാവ് ശുദ്ധമായിരിക്കുകയാണെങ്കിൽ ധ്യാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ കാലത്ത് പലരും ദുഷ്പ്രവൃത്തികളിൽ ഇടപെടുന്നുണ്ട്. മനസ്സിൽ വർഷങ്ങളായുള്ള മലിനതകൾ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും ധ്യാനത്തിൻ്റെ ഫലങ്ങൾ കാണാൻ വേറെ വേറെ സമയമെടുക്കും. ഓരോ മനുഷ്യനും നല്ല പ്രവൃത്തികൾ സ്വന്തമായ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണം. സ്വന്തം മക്കളെ മനസ്സിലാക്കണം, അവരെ ബോധവത്കരിക്കണം. ധ്യാനം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. സർക്കാരും തന്നെ ധ്യാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കണം. 1 മണിക്കൂർ ധ്യാനം ചെയ്യുന്നത് ശരീരത്തിൽ ഊർജം നൽകുന്നു, ശബ്ദ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ധ്യാനത്തിന് ഒരുതരം ചെലവുമില്ല. ഇത് ചെയ്യാൻ വേണ്ടത് ശ്രദ്ധ മാത്രം. അതിനാൽ എല്ലാവരും ധ്യാനം നിർബന്ധമായി ചെയ്യണം. അതിനുമൂലം നമ്മുടേതായ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. മനസ്സ് സ്ഥിരതയോടെ ഇരിക്കും. ജീവിതത്തിൽ നല്ലതും ശരിയായതുമായ തീരുമാനങ്ങൾ എടുക്കാൻ
നമുക്ക് കഴിയും. ധ്യാനം വ്യക്തിത്വത്തിൽ പുരോഗതി വരുത്തുന്നു, നേതൃത്വ ഗുണങ്ങൾ വളർത്തുന്നു, ചുമതലയുള്ള പൗരനെന്ന നിലയിൽ നമുക്ക് മാറ്റം വരുത്തുന്നു, സമൂഹസേവനത്തിലേക്കുള്ള താൽപ്പര്യവും വികസിപ്പിക്കുന്നു.